കഴിഞ്ഞ വർഷം 2020 വേൾഡ് കപ്പ് കാണാൻ വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനോടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു 1 മാസത്തേക്ക് മതി. അങ്ങനെ കളി കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ അത് വേറൊന്നും കാണാറില്ല. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛൻ ആ ചാനൽ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അത് കളി കഴിഞ്ഞില്ലേ. പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവന് 4 മാസത്തെ പൈസ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അത് കൊടുത്തപ്പോൾ എനിക്ക് ഇത്തിരി പെയിൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഉപയോഗിക്കാത്തൊരു കാര്യത്തിന് പേയ്മെൻറ്റ് കൊടുക്കാനില്ല. ഒരു ആർട്ടിക്കിൾ വായിച്ചു, വി ആർ ഇൻ എ UPI ക്രൈസിസ്. അതിനകത്ത് പറയുന്നത്, നമ്മൾ പണ്ട് പേഴ്സിൽ പണം ക്യാരി ചെയ്തിരുന്നപ്പോൾ പേഴ്സിനൊരു കനം ഉണ്ടായിരുന്നു, പണത്തിനൊരു കനം ഉണ്ടായിരുന്നു. നമ്മൾ 500-ൻ്റെ നോട്ട് എടുത്തിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടാവും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷനാണ് വിസ്ഡം എന്ന് പറയുക. ഇതിപ്പോൾ എനിക്ക് ശരിക്കും ആവശ്യമുള്ള സാധനമാണ്, ഇതിന് പൈസ പേയ്മെൻറ്റ് നടത്തണം എന്നൊരു തോട്ടം ഉണ്ടാകുമായിരുന്നു. നമ്മുടെ ബ്രെയിനിലൊരു ഇമോഷണൽ സർക്യൂട്ടാണ് UPI കട്ട് ചെയ്ത് കളഞ്ഞത്. ബിഹേവിയറൽ സയൻറ്റിസ്റ്റിനെ വിളിക്കുന്നത് പെയിൻ ഓഫ് പേയിങ് എന്ന് പറയാം. ഒരു ഡിസ്കംഫേർട്ട്, ഒരു സൈക്കോളജിക്കൽ ഡിസ്കംഫേർട്ട് നമ്മുടെ സ്പെൻഡിങ്ങിനെ റെഗുലേറ്റ് ചെയ്തിരുന്നു. അത് വളരെ നാച്ചുറലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ എടുത്ത് പൈസ ചിലവാക്കില്ലായിരുന്നു. പക്ഷേ UPI വന്നതോടുകൂടി നമ്മൾ അറിയുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒഴുകുന്ന കാര്യം. അപ്പോൾ UPI വേണ്ടെന്നല്ല പറയുന്നത്, ടെക്നോളജിയുടെ വേഗത നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഓവർടേക്ക് ചെയ്യരുത്. ഇന്നത്തെ ഗോസ്പലിൽ സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ വലിയൊരു ഗട്ടറുണ്ട്. ഈ ഗട്ടർ ആരാ ഉണ്ടാക്കിയത്? ഇത് ദൈവം വെട്ടിയൊന്നുമല്ല, ഇത് ധനവാൻ തന്നെ വെട്ടിയതാണ്. അയാളുടെ മുറിയിലിരുന്ന് ചുവന്ന പട്ട് മൃദുല വസ്ത്രങ്ങളിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നു. 4 നേരം ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അയാൾക്ക് പുറം വേൾഡുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടായില്ല. ഹി വാസ് ഡിസ്കണക്റ്റഡ്. ചുറ്റുമുള്ള പോവർട്ടി, ചുറ്റുമുള്ള ദാരിദ്ര്യം, അത് ഡിസ്കണക്റ്റഡ് ആയിരുന്നു. നമ്മൾ നമ്മുടെ സ്പെൻഡിങ്ങിന് ഒരു റെഗുലേറ്റർ പിടിപ്പിക്കണ്ടേ?